മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നതോടെ UDF സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. മുസ്ലിം ലീഗ് നേതൃയോഗം ഈ മാസം 27-ന് ചേരും. സീറ്റ് വിഭജനം പൂർത്തിയാകാത്തതിനാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളും പ്രതിസന്ധിയിലാണ്. ലീഗിന് 5-6 സീറ്റിന് അർഹതയുണ്ട് എന്നും അധിക സീറ്റ് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല എന്നുമാണ് കെ മുരളീധരൻ MP പറയുന്നത്. CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5-6 ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രം നോക്കുമ്പോൾ എന്താണ്, സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ലീഗ് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം അറിയാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വേഗത്തിൽ LDF മുന്നോട്ട് പോകുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ പ്രശ്നം പരിഹരിക്കാനാകാത്തതുകൊണ്ട് അന്തിമമായി പ്രഖ്യാപിക്കാനാകുന്നില്ല എന്നുള്ള യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പമുണ്ടോ? മാത്രമല്ല ജാഥ നടക്കുന്നതുകൊണ്ട് പല നേതാക്കൾക്കും കൃത്യമായ ആശയവിനിമയം നടത്താൻ കഴിയാതെ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലാണ് ജാഥ നടത്താൻ പോകുന്നത് എന്ന്. നികേഷ്, അവസാനം പറഞ്ഞ അത് കൃത്യമാണ്. ഈ സമരാഗ്നി എന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രചാരണ ജാഥ, ഈ ജാഥ ഒറ്റ കാരണം കൊണ്ടാണ് സീറ്റ് വിഭജന ചർച്ചകൾ വഴിവിടുന്നത്. കാരണം തുടർച്ചയായുള്ള ചർച്ചകളിലൂടെയാണ് സാധാരണ കോൺഗ്രസും ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി സീറ്റ് വിഭജനത്തിലേക്ക് എത്തുക. പക്ഷേ ഈ തവണ സമയം ലഭിച്ചില്ല, കാരണം സമരാഗ്നി നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ചർച്ചകളിലേക്ക് എത്തിയില്ല. കാരണം ലീഗ് 3-ാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലീഗിനെ അനുനയിപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്താൻ പോലും നേതാക്കൾക്ക് സമയമില്ല. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ UDF ചെയർമാനാണ്, ഇപ്പോൾ KPC അധ്യക്ഷൻ K സുധാകരൻ, ഇരുവരും ചേർന്നാണ് സമരാഗ്നി നയിക്കുന്നത്. ഈ ഇരുവരും തന്നെയാണ് ഈ പ്രശ്നപരിഹാര ചർച്ചകളും നടത്തേണ്ടത്. അത് വലിയൊരു പ്രതിസന്ധിയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ചർച്ചകൾ പലതവണ ടെലിഫോൺ വഴി നടത്തുന്നു, പക്ഷേ ഈ ചർച്ചകളിലൊന്നും തീരുമാനമായില്ല. 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഇപ്പോഴും മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. ഇനി 3-ാം സീറ്റ് ഇല്ലെങ്കിൽ എന്താണ് മറ്റൊരു പോംവഴി എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഈ ചർച്ചകൾ നടത്തുന്ന UDF നേതാക്കൾക്ക് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 27-ന് മുസ്ലിം ലീഗ് നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. ഏതായാലും സാധാരണ പോലെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. പക്ഷേ ആ തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് എത്താൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ UDF ചരിത്രത്തിൽ ഇതുവരെ അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധി സീറ്റ് വിഭജനത്തിൽ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കാരണം ഒന്ന്, ചർച്ചകൾ നടക്കുന്നില്ല, രണ്ടാമത്തേത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും ഈ ഒരൊറ്റ കാരണത്താൽ പ്രതിസന്ധിയിലാവുകയാണ്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണമെങ്കിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. നേരത്തെ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും അവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട് ധാരണയായെങ്കിലും UDF സീറ്റ് വിഭജനം പൂർത്തിയാകാത്ത കാരണം കൊണ്ട് ദിവസങ്ങളോളം പ്രഖ്യാപനം വൈകുകയുണ്ടായി. അവർ വലിയ പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് അവർക്ക് മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അനുമതി UDF നേതൃത്വം നൽകിയത്. അതും ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാകാം UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഏതായാലും സമരാഗ്നി അവസാനിക്കുക 29-നാണ്. അതിനിടയിൽ 2 ദിവസത്തെ ഇടവേളയുണ്ട്, 25, 26. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരുപക്ഷെ UDFുമായി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. വലിയ പ്രതിസന്ധിയായി വരികയാണെങ്കിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ മുസ്ലിം ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഏതായാലും രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന ഒരു തീരുമാനത്തിലും കോൺഗ്രസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന വാഗ്ദാനം മുസ്ലിം ലീഗിന് നൽകേണ്ടി വരും കോൺഗ്രസ്. അങ്ങനെ മാത്രമേ ഇനി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും സീറ്റ് വിഭജനം അന്തിമമായി നീങ്ങുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് MPമാരടക്കം, സിറ്റിംഗ് MPമാർ അടക്കം പറയുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് അവർക്ക് പ്രതിസന്ധിയാണ്. അവർക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം വ്യക്തമാണ്.